ഇന്ന് നമുക്ക് പ്രായണ വിദ്യാലയങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഫീസ് കൊടുത്തിട്ടാണ് പഠിക്കുന്നത്. ഫീസ് നിശ്ചിത സംഖ്യയായിരിക്കും. അത് അടയ്ക്കാൻ കഴിവില്ലാത്തവർക്ക് പഠിക്കാൻ പറ്റില്ല, അത് അടയ്ക്കാൻ കഴിയുന്നവർക്ക് പഠിക്കാം. എന്നാൽ വൈദികമായ ഒരു ജീവിതക്രമത്തിൽ നമ്മുടെ പ്രാചീന ഗുരുകുലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. അവിടെ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് സമർപ്പിക്കുകയാണ്. നിശ്ചിത ഫീസല്ല. കൂടുതൽ നൽകാൻ കഴിവുള്ളവർ കൂടുതൽ നൽകുക, കൂടുതൽ നൽകാൻ കഴിവില്ലാത്തവർ അവനവന് സാധിക്കുന്നത് എന്തെങ്കിലും ഒരു സമർപ്പണം എല്ലാവരും ചെയ്യണം. അങ്ങനെ ഒരു തരം ദക്ഷിണ വ്യവസ്ഥ എന്ന രീതിയിലാണ് വിദ്യാലയങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. പിന്നെ വിദ്യാലയങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, പരിപാലിക്കാൻ വേണ്ടി രാജാക്കന്മാര് വരുമാനത്തിന്റെ നിശ്ചിത പങ്ക് വിദ്യാലയങ്ങൾക്ക് കൊടുത്തിരിക്കണം. അത് നിയമമാണ്. അങ്ങനെയാണ് ഗുരുകുലങ്ങളെല്ലാം നടന്നത്. അപ്പൊ പഠനത്തിന്റെ അവസാനം തിരിച്ചു പോകുന്നതിന് മുമ്പ് ആചാര്യ ദക്ഷിണ സമർപ്പിക്കണം. ദക്ഷിണ അതിൻ്റെ വലുപ്പ ചെറുപ്പത്തിലല്ല, ഭാവത്തിലാണ് മഹത്താവുന്നത്. അപ്പൊ ആചാര്യനായിക്കൊണ്ട് പ്രിയം ധനമാഹൃത്യ, പ്രിയമായ ധനത്തെ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി ഗുരുകുലത്തിൽ നിന്ന് പോവാം. പോയി കഴിഞ്ഞാൽ എന്താ വേണ്ടത്? ആദ്യം തന്നെ കൊടുക്കണ ഉപദേശം പ്രജാതന്തുമാ വ്യവച്ഛേത്സിഹി എന്നാണ്. പ്രജാതന്തുവെ ഛേദിക്കാതിരിക്കൂ എന്നാണ്. അപ്പൊ ആചാര്യന് പ്രിയ ധനത്തെ സമർപ്പിച്ച് പ്രജാതന്തുവെ ഛേദിക്കാതിരിക്കൂ. എന്താണ് പ്രിയധനം? ഒരുപാട് പണമാണോ പ്രിയധനം? ഒരിക്കലുമല്ല. തൻ്റെ സമ്പൂർണമായ മനസ്സിൻ്റെ സമർപ്പണ ഭാവമാണ്. ആ സമർപ്പണ ഭാവം ശിഷ്യനിൽ ഉണ്ടാവണം. അതാണ് ആചാര്യന് പ്രിയം. അവിടെ കൊടുക്കുന്ന ധനത്തിൻ്റെ വലുപ്പ ചെറുപ്പമല്ല, മറിച്ച് സമർപ്പണ ഭാവമാണ് ധനത്തെ പ്രിയധനമാക്കുന്നത്. രണ്ടാമതായിട്ട് പറയാം, ചിലപ്പോ എന്തെങ്കിലും ചില പരീക്ഷകളായിരിക്കും ആചാര്യൻ ഏർപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മുടെ പുരാണങ്ങളിൽ മാത്രമല്ല, ഉപനിഷത്തിൽ പോലും ഉണ്ട് ആചാര്യൻ ചില പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തും. അതായിരിക്കും ദക്ഷിണ. അല്ലാണ്ട് ദക്ഷിണ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സമർപ്പണം നമുക്ക് ധാരാളം കാണാം. ഉപനിഷത്തിൽ തന്നെ വരുന്നുണ്ട്, വിദ്യക്ക് വേണ്ടി വന്ന ആളുടെ അടുത്ത് കുറച്ച് പശുക്കളെ കൊടുത്തിട്ട് പറയുകയാണ്, നീ പൊയ്ക്കോളൂ, ഇതിനെ മേച്ച് പൊയ്ക്കോളൂ, എന്നിട്ട് 1000 എണ്ണാവുമ്പോൾ വന്നോളൂ. കാട്ടിൽ പോയിട്ട് 10 100 പശുക്കൾ 1000 ആവുക പറഞ്ഞാൽ എളുപ്പമാണോ? അല്ല. കാളയുണ്ടാവും, എന്നാലും 1000 കുട്ടികളൊന്നും ആവില്ല. ജനിക്കണേനെയൊക്കെ കടുവ പിടിച്ചു വരും, പുലി പിടിച്ചു വരും, ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് 1000 ആവുമ്പോൾ വന്നോളൂ എന്നാ പറയണത്. അതെല്ലാം ശിഷ്യന്റെ, സാധകന്റെ, ജിജ്ഞാസുവിൻ്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനും പ്രായോഗികമായി ലോകത്തിൽ കഴിയാനുള്ള ശേഷിയെ വളർത്തുന്നതാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില ദക്ഷിണകൾ ഉണ്ടാവും. ചിലപ്പോൾ ശിഷ്യൻ പോലും അറിയില്ല എന്താണ് ദക്ഷിണ എന്നുള്ളത്. ആ രീതിയിലൂടെ ആചാര്യൻ നടത്തും. ഏതായാലും പ്രിയം ധനമാഹൃത്യ പ്രജാതന്തുമാ വ്യവച്ഛേത്സിഹി, പ്രജാതന്തുവെ ഛേദിക്കാതിരിക്കൂ എന്നാണ്. ഇവിടെ നോക്കൂ, നേരത്തെ പറഞ്ഞു സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാന്മാ പ്രമദഃ എന്ന ഉപദേശം അഥവാ ഉപദേശങ്ങൾ ബ്രഹ്മചാരിയോട്, ഗൃഹസ്ഥനോട്, വാനപ്രസ്ഥനോട്, സന്യാസിയോടെന്ന് വേർതിരിച്ച് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും പാലിക്കേണ്ടതാണ്, അല്ലേ? ആ 3 എല്ലാവർക്കും ഉള്ളതാ.
എന്നാൽ ഇപ്പൊ പറയണതോ ഇതെല്ലാവർക്കും ഉള്ളതല്ല. പ്രജാതന്തുമാ വ്യവച്ഛേത്സിഹി എന്നാ പറയുന്നത്. പ്രജാതന്തുവെ, സന്താന പരമ്പരയെ ഛേദിക്കാതിരിക്കൂ. അപ്പൊ ഒരു വിഷയം ഉറപ്പാ, ഇത് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ പോകുന്ന ആളോടുള്ള ഉപദേശമാണ്. ഇതുവരെ ഉള്ളത് എല്ലാരോടുള്ള ഉപദേശമാണ്. ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ ഗൃഹസ്ഥാശ്രമികളോടുള്ള ഉപദേശമാണ്. നമ്മൾ ലോകത്തിൽ അധികം ചർച്ച ചെയ്യേണ്ടതും ഗൃഹസ്ഥാശ്രമികളോടുള്ള ഉപദേശമാണ്. കാരണം അനേക ലക്ഷം പേരിൽ ഒരാളെ ഉണ്ടാവുള്ളൂ ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്ന് നേരിട്ട് സന്യസിക്കാൻ യോഗ്യതയുള്ള ആള്. ഇപ്പൊ ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്ന് നേരിട്ട് സന്യസിക്കാൻ യോഗ്യതയുള്ളത് അനേക ലക്ഷം പേരിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. ഇവിടെ കുറെ കച്ചറുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ഉപദേശിക്കുന്നതാവട്ടെ പ്രജാതന്തുവെ ഛേദിക്കാതിരിക്കൂ എന്നുള്ള ഉപദേശമാവുമ്പോ ഇത് ഗൃഹസ്ഥാശ്രമിയോടാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ഉപദേശങ്ങളും ഗൃഹസ്ഥാശ്രമികളോടാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അവിടെ ഗുരുനാഥൻ പറയാതെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. എന്താ പറയണത്? ഗൃഹസ്ഥാശ്രമ ജീവിതത്തിന് ഒരുങ്ങുന്ന ഒരാൾക്ക് ജീവിതത്തിൽ വേണ്ട അടിസ്ഥാനമായ കാഴ്ചപ്പാടാണിത്. പ്രജാതന്തുവെ ഛേദിക്കാതിരിക്കൂ. നമ്മൾ എന്തിനാണ് വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്നത്? എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാഴ്ചപ്പാട്? അത് സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമാണ് സ്വാമി. സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമാവണമെങ്കിൽ പതിയും പത്നിയും കുടുംബമായിട്ട് കഴിയേണ്ട ആവശ്യമില്ല. അത് കാമോപഭോഗത്തിന് വേണ്ടിയിട്ടാണ്. കാമോപഭോഗത്തിന് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. ചിന്തിക്കുക. ഇവിടെയാണ് നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെതായ കുടുംബസങ്കല്പം, അതിൻ്റെ മഹിമ നമ്മൾ ഏവരും ഉൾക്കൊള്ളേണ്ടത്. ഈ ഭാരതീയമായ കുടുംബ വീക്ഷണം അദ്വിതീയവും അത്ഭുതകരവുമാണ്. ഒന്ന് മാത്രം പറയട്ടെ, നോക്കൂ, ലോകത്തില് ഈ ഭാരതവും ഭാരതീയ സംസ്കൃതിയും ഒരു മഹാത്ഭുതം തന്നെയാണ്. കാരണം പ്രാചീനങ്ങളായ ധാരാളം സംസ്കൃതികൾ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു. ഭാരതീയ സംസ്കാരം മാത്രമൊന്നുമല്ല പ്രാചീന സംസ്കാരം. ഗ്രീസിലായാലും റോമിലായാലും മെസപ്പൊട്ടോമിയ, ഏതായാലും ഇറാൻ, ഇറാഖ് പ്രദേശങ്ങൾ, അമേരിക്കയിൽ മായൻ സംസ്കാരം, ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന പ്രാചീന സംസ്കാരങ്ങൾ, ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന പ്രാചീന സംസ്കാരങ്ങൾ, ഇങ്ങനെ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറെക്കുറെ സമാനതയുള്ള പ്രാചീന സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവയെയൊക്കെ തകർത്ത് തരിപ്പണമാക്കാൻ, അവയെയൊക്കെ നശിപ്പിക്കാൻ മതത്തിൽ അധിഷ്ഠിതങ്ങളായ സാമ്രാജ്യത്വ ശക്തികൾക്ക് ചുരുങ്ങിയ മാസങ്ങളെ വേണ്ടി വന്നുള്ളൂ. ചുരുങ്ങിയ മാസങ്ങൾ. നമ്മൾ ചരിത്രം അന്വേഷിച്ചാൽ മനസ്സിലാവും. കാലം മുന്നോട്ട് പോയപ്പോൾ ഒരു സംസ്കാരം അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സംസ്കാരമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാണെന്നും പഠിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മൾ സ്കൂളിലും കോളേജിലും അങ്ങനെ പഠിക്കുന്നുണ്ട്. പലരും വിഡ്ഢിത്തം പറഞ്ഞ കേട്ടിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് രാജ്യസങ്കല്പം പോലും ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ടാണ് രാഷ്ട്രം എന്നുള്ള സങ്കല്പം പോലും നമുക്കുണ്ടായതെന്ന് വിഡ്ഢിത്തം പലരും പഠിപ്പിക്കുന്നത് നമുക്കറിയാം. ചിന്തിക്കുക. വേദത്തിൽ രാഷ്ട്രസങ്കല്പമുണ്ട്.
വേദത്തിൽ രാഷ്ട്ര ശബ്ദമുണ്ട്. വേദത്തിൽ രാഷ്ട്രം സമ്പൽ സമൃദ്ധമാകണേ എന്നുള്ള പ്രാർത്ഥനകളുണ്ട്. ഓർമ്മിച്ചാൽ നല്ലത്. അപ്പൊ ഈ പ്രാചീന സംസ്കാരങ്ങളെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ചുരുങ്ങിയ കാലം കൊണ്ട് നശിപ്പിക്കാൻ സാധിച്ചു. അതേ ശക്തികൾ ഇങ്ങോട്ട് അധിനിവേശം ചെയ്തിട്ടുണ്ട്. അതേ ശക്തികൾ, ഏത് ശക്തികളാണോ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന പ്രാചീന സംസ്കാരങ്ങളെ സമൂലം നശിപ്പിച്ചത്, ഇന്ന് നമുക്ക് ഗ്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഉൾനാട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ അവശിഷ്ടങ്ങളൊക്കെ കാണുമ്പോൾ സങ്കടവും. അത്രയും മഹത്തായ മഹിമാന്വിതങ്ങളായ ക്ഷേത്രങ്ങൾ തകർത്ത് തരിപ്പണാക്കാന്ന് പറയുകയുള്ളൂ. അക്ഷരാർത്ഥത്തിൽ നമുക്ക് കാണാം. അതിൻ്റെ ഓരോന്നിൻ്റെ ശേഷിപ്പുകൾ കണ്ടാൽ തന്നെ, വലിയ തൂണുകളുടെയും മറ്റും ശേഷിപ്പ് കണ്ടാൽ തന്നെ, അതുപോലെ സഭാമണ്ഡപങ്ങളുടെ ശേഷിപ്പ് കണ്ടാൽ തന്നെ എത്ര വലിയ മഹാക്ഷേത്രങ്ങളായിരുന്നു അതൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാം തകർത്തു, ഒന്നുപോലും ശേഷിപ്പിക്കാതെ. അത്തരം ശക്തികൾ നൂറ്റാണ്ടുകൾ ഭാരതത്തിൽ പരിശ്രമിച്ചിട്ടും കുറേയൊക്കെ ക്ഷീണമൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയണ്ട. പക്ഷേ നമ്മൾ നശിച്ചിട്ടില്ല. ആയിരം കൊല്ലം മുമ്പ് എങ്ങനെ വേദം ചൊല്ലുന്നുണ്ടോ അതുപോലെ ഇന്നും ചൊല്ലുന്നുണ്ട്. അതേ സ്വരത്തോടുകൂടി, അതേ പാഠക്രമങ്ങളോടുകൂടി. ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെ ക്ഷേത്രാദി ഉപാസനകൾ ഉണ്ടോ അതുപോലെ ഇന്നും ഉണ്ട്. നന്നാവുമല്ലാണ്ട് മോശമായിട്ടില്ല. ജീവിത വീക്ഷണവും കുടുംബസങ്കല്പവും. ഇത് ഈ ഒരു മഹാത്ഭുതം ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന വിദ്യാർത്ഥി ഒരു ചോദ്യം ചോദിക്കുന്നത്: ആരാണ് ഈ ധർമ്മത്തെ സംരക്ഷിച്ചത്? എന്തുകൊണ്ട് മറ്റു പ്രദേശങ്ങളിൽ നശിച്ചതുപോലെ ഇവിടെ നശിച്ചില്ല? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് ഭാരതീയമായ കുടുംബ സങ്കല്പത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാവുക. കാരണം മറ്റ് പ്രദേശങ്ങളിൽ കുടുംബമുണ്ടായിരുന്നു, മറ്റെല്ലാ രാജ്യങ്ങളിലും കുടുംബമുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രാചീനങ്ങളായി ഖനനം ചെയ്ത് ലഭിച്ചതിൽ വീടുകൾ മറ്റും നമ്മൾ കാണുന്നുണ്ട്. കുടുംബ കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷേ ഭാരതീയമായ കുടുംബസങ്കല്പം സവിശേഷമാണ്. ഇത് സ്ത്രീയും പുരുഷനും ഒത്തൊരുമിച്ച് താമസിക്കുകയും അങ്ങനെ ഉണ്ടാവുന്ന സന്താനങ്ങളെ വളർത്തുകയും ചെയ്ത് കഴിഞ്ഞുകൂടുന്ന ഒരു വ്യവസ്ഥയല്ല നമ്മുടെ കുടുംബ വ്യവസ്ഥ. മറിച്ച് ഇവിടെ വിവാഹം തന്നെ ഉത്തമമായ ഒരു യജ്ഞമാണ്, സംസ്കാരങ്ങളിൽ ഒന്നാണ്. മാതൃദേവോഭവ, പിതൃദേവോഭവ എന്നൊക്കെ നമ്മൾ പഠിക്കാനിരിക്കുന്ന മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട മഹത്വപൂർണമായൊരു കാഴ്ചപ്പാടാണ് നമ്മുടെ കുടുംബം. അവിടെ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് തീർത്തും അനൗപചാരികമായി ആശയങ്ങളും ആദർശങ്ങളും ആചരണങ്ങളും കൈമാറപ്പെടുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ധർമ്മം നിലനിന്നത്. അതുകൊണ്ട് തന്നെ ഭാരതത്തെ തകർക്കണോ? ഒറ്റ വഴിയുള്ളൂ, കുടുംബത്തെ തകർക്കുക. കുടുംബം തകർന്നാൽ ഭാരതം തകരും. എല്ലാ അർത്ഥത്തിലും. ഇപ്പൊ തന്നെ നമ്മൾ നോക്കൂ, 2008 മുതൽ വളരെ ശക്തമായ സാമ്പത്തിക മാന്ദ്യം ലോകത്തെ ബാധിച്ചു. എത്ര രാജ്യങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തിൽ ക്ലേശിച്ചു. അമേരിക്കയിൽ തന്നെ എത്ര ബാങ്കിങ് സിസ്റ്റം തീർത്തും പൂട്ടേണ്ടി വന്നു. എന്തുകൊണ്ട് ഭാരതത്തിൽ അത്ര ക്ഷീണം ഉണ്ടായില്ല? നമ്മൾ ചിന്തിക്കേണ്ടതാണ്.
കുറച്ച് ക്ഷീണം ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയില്ല. പക്ഷെ വലിയൊരു ക്ഷീണം നമുക്ക് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? നമുക്കിവിടെ ഒരു 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2 രൂപയെങ്കിലും മക്കൾക്ക് വേണ്ടി സൂക്ഷിക്കുന്ന ഒരു ചിന്താഗതിയുണ്ട്, ഇല്ല? 8 ചെലവാക്കേണ്ടി വന്നാൽ ഒരു 2 രൂപയെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ട് കണ്ടുവെക്കാം. ഒന്നുകിൽ അത് ഡെപ്പോസിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്വത്തായിരിക്കും, എന്തെങ്കിലും ആയിട്ട്, അല്ലെങ്കിൽ സ്വർണ്ണമായിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്ഥലമായിട്ടായിരിക്കും. മറ്റേ 10 കിട്ടിയ 10ഉം ചെലവാക്കുകയാണ്. എന്നല്ല, പുതിയ കാലത്തെ ഉപഭോഗ ഭ്രാന്തിന്റെ ഫലമായിട്ട് 10 കിട്ടിയ 15 ചെലവാക്കുന്ന രീതിയായി ഇന്ന് ലോകത്തിലുള്ളത്. നമ്മളൊക്കെ അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ നശിക്കുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വ്യക്തിപരമായി സ്വാമി ചിദാനന്ദപുരിക്ക് തന്നെ ഒരു ദിവസം എത്ര ഫോൺ വരുന്നുണ്ട്? ഞങ്ങളുടെ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് തരാം, എല്ലാ സംവിധാനവും ഉണ്ട്, സ്വാമി ക്രെഡിറ്റ് കാർഡ് എടുത്തോളൂ. അറിയാണ്ട് യെസ് മൂളിയാലോ ഞാൻ കടക്കാരനായി. എനിക്ക് ക്രെഡിറ്റ് കാർഡ് വേണ്ട, ക്രെഡിറ്റ് കാർഡിന്റെ ആവശ്യമില്ല, കയ്യിലുള്ളതിനനുസരിച്ച് ചെലവഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ ചെലവഴിക്കേണ്ട വെച്ചാൽ പോരെ. മറ്റത് അറിയാതെ കടക്കാരനായി. 10 കിട്ടുന്നവനെ കൊണ്ട് 15 ചെലവഴിപ്പിച്ച് അവനെ കടക്കാരനാക്കി കുടുംബത്തെ തകർത്തു കഴിഞ്ഞാൽ എളുപ്പമായി. ലോകവീക്ഷണം അങ്ങനെയാണ്. നമുക്കതല്ല. നമുക്ക് 10 രൂപ ഉണ്ടെങ്കിൽ 2 രൂപ മക്കൾക്ക് വേണ്ടിയിട്ട് ശേഖരിച്ചു വെക്കണം എന്നുള്ള ചിന്ത. എന്തുകൊണ്ടാണ്? അത് നമ്മുടെ കുടുംബ സങ്കല്പത്തിന്റെ സവിശേഷതയാണ്. ചിന്തിക്കുക. ഇങ്ങനെ എല്ലാ മേഖലകളിലും നമ്മെ രക്ഷിച്ചു വന്നത് നമ്മുടെ കുടുംബമാണ്, ഒരു സംശയവുമില്ല. നമ്മൾ ഓരോരുത്തരും ഓർത്തു നോക്കൂ, നമുക്ക് ധാർമ്മിക മൂല്യങ്ങൾ എവിടുന്നാ കിട്ടിയത്? അല്ല, മുത്തശ്ശന്റെ അടുത്തുനിന്നാ, മുത്തശ്ശിയുടെ അടുത്തുനിന്നാ, അമ്മയുടെ അടുത്തുനിന്നാ, അല്ലേ? അതെ, അങ്ങനെ തന്നെയാ. അതൊരിക്കലും മാറില്ല. അത് ഹൃദയത്തിൽ അവിടെ കിടക്കും. കൊച്ചു നാളിൽ കിട്ടിയ ആശയങ്ങൾ. നമ്മുടെ എല്ലാ വിജ്ഞാനത്തിൻ്റെയും എന്താ പറയേണ്ടത്, സദാചാരത്തിൻ്റെയും അടിസ്ഥാനം നമ്മുടെ മുത്തശ്ശിമാരായിരുന്നു, മുത്തശ്ശന്മാരായിരുന്നു, അമ്മമാരായിരുന്നു, അച്ഛന്മാരായിരുന്നു. അതാണ് നമ്മുടെ കുടുംബ വ്യവസ്ഥയുടെ സവിശേഷത. അതിൻ്റെ കാഴ്ചപ്പാടാണ് ഈ പറയുന്നത്, നീ പ്രജാതന്തുവെ ഛേദിക്കാതിരിക്കൂ. പോയി കുട്ടികളുണ്ടാക്കൂന്നല്ല, പ്രജാതന്തുവെ ഛേദിക്കാതിരിക്കൂ. എനിക്കൊരു ആൺകുട്ടിയുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു പെൺകുട്ടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സന്താനം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. കുട്ടിയുണ്ട് പറയാം. കുട്ടി ഉണ്ടായതുകൊണ്ട് സന്താനാവുമോ? ഇല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തന്തു വിസ്താരേ എന്നുള്ള ധാതുവിൽ നിന്നാണ് സന്താനം തുടങ്ങിയ ശബ്ദങ്ങൾ ഉണ്ടാവുന്നത്. താത്പര്യം, ഏത് സത്യധർമ്മങ്ങളെ നമ്മുടെ പിതൃപിതാമഹന്മാരായി പരിപാലിച്ചോ അതിന്റെ പിന്തുടർച്ച ഉറപ്പ് വരുത്തുന്ന മക്കളുണ്ടായാലേ സന്താനായി എന്ന് പറയാൻ പറ്റൂ. അല്ലാച്ചാ കുട്ടിയുണ്ട് പറയാം. കുട്ടി ഉണ്ടായതുകൊണ്ട് സന്താനം പറയാൻ പറ്റില്ല. അങ്ങനത്തെ സന്താനം താനേ ഉണ്ടാവുമോ? എന്താ അഭിപ്രായം? ഉണ്ടാവില്ല. അത് ക്രമികമായൊരു സംസ്കാരമാണ്. ഗർഭാധാനം മുതൽ ഒന്നൊന്നായി അനുഷ്ഠിക്കുന്ന സംസ്കാരങ്ങൾ, അത് കഴിഞ്ഞാൽ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മുമ്പാകെ നമ്മൾ കൊടുക്കുന്ന മാതൃക. കുട്ടി വലുതായതിനു ശേഷം വലിയ വലിയ ഉപദേശങ്ങൾ കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല, വെറുതെ നേരം പോക്കുന്നേ ഉള്ളൂ. കൊച്ചു കുഞ്ഞായിരിക്കുമ്പം, പ്രത്യേകിച്ചൊരു 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ, ആ സമയത്ത് നമ്മൾ ഏതൊരു ജീവിതമാണ് അമ്മ കാണിക്കുന്നത് കുഞ്ഞിന്റെ മുമ്പിൽ, ഏതൊരു ജീവിതമാണ് അച്ഛനിൽ നിന്ന് ആ കുഞ്ഞ് കണ്ടു പഠിക്കുന്നത്, അതാണ് മുഖ്യം. വലുതായിട്ട് സാക്ഷാൽ സാന്ദീപനുടെ അടുത്ത് പറഞ്ഞയച്ചിട്ടും കാര്യമൊന്നുമില്ല. അതെ. അപ്പൊ ഉത്തമമായ സംസ്കാരത്തെ പകർന്നു നൽകിക്കൊണ്ട് നീ പ്രജാതന്തുവെ നിലനിർത്തൂ.
ഉത്തമ ധർമ്മ മൂല്യങ്ങളെ പകർന്നു നൽകിക്കൊണ്ട് മക്കളെ വളർത്തു, അവരെ സന്താനങ്ങളാക്കി വളർത്തു. ഇതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാഴ്ചപ്പാട്, നമ്മുടെ സംസ്കാരക്രമം ചിന്തിച്ചാൽ ഒരിക്കലും നമുക്ക് സന്താനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. സന്താനങ്ങളെ ഉണ്ടാക്കാനേ പാടുള്ളൂ. രണ്ടും രണ്ടാണ്. എന്താ വ്യത്യാസം? കാമചേഷ്ടയുടെ ഉപോത്പന്നമാവരുത് സന്താനം, ധർമ്മചിന്തയുടെ ഉത്പന്നമാകണം. സ്ത്രീയും പുരുഷനും കാമപ്രേരിതരായി പരസ്പരം സമാഗമിച്ചു, കഷ്ടകാലത്തിന് കുട്ടിയുണ്ടായിപ്പോയി. ഒരിക്കലും ആവരുത്. മറിച്ച് ധർമ്മബോധത്തോടുകൂടി സന്താനം ഉൽപ്പാദിപ്പിക്കപ്പെടണമെന്ന ചിന്തയോടുകൂടി രണ്ടുപേരും സമാഗമിക്കണം. അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി അതിനുചിതങ്ങളായ കർമ്മങ്ങളെ ചെയ്ത് അതിനുചിതമായ സംസ്കാരത്തെ വളർത്തി അങ്ങനെ സന്താന ഉൽപാദനം ചെയ്യണം. അത് നമുക്ക് സംസ്കാരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ പഠിക്കേണ്ടതാണ്. ഷോഡശ സംസ്കാരങ്ങളിൽ ആദ്യത്തേത് തന്നെ ഗർഭാധാനമാണെന്ന് ഓർമ്മിക്കുക. അങ്ങനെ നീ സന്താന പരമ്പരയെ ഛേദിക്കാതിരിക്കൂ എന്നാ പറയണത്. ഇതിന്ന് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ സമൂഹം. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന അവസ്ഥയിലാണ്. നമ്മുടെ തൊട്ട് അയൽ രാജ്യം നോക്കിക്കോളൂ, ചൈന. സാങ്കേതിക വിദ്യയിൽ, സാമ്പത്തികമായിട്ട്, സൈന്യ സന്നാഹത്തിൽ എല്ലാം നമ്മളെക്കാൾ മുമ്പിലാണ്, ഒരു സംശയമില്ലാണ്ട് പറയാം. പക്ഷേ അവരിന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താന്ന് ചോദിച്ചാൽ 60 കഴിഞ്ഞവരാണ് സമൂഹത്തിൽ ഭൂരിഭാഗവും. ചെറുപ്പക്കാർ സമൂഹയന്ത്രത്തെ മുന്നോട്ട് നയിക്കാൻ നാളെയിലേക്കുള്ള ജനറേഷൻ ഇല്ല. 30% പേരേ ഉള്ളൂ ചെറുപ്പക്കാർ. ഒക്കെ വൃദ്ധന്മാരാ. ഒരു 10-15 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഈ ഉണ്ടാക്കി വെച്ചത് മുന്നോട്ട് കൊണ്ടോണ്ടേ, ചെറുപ്പക്കാർ വേണ്ടേ? എന്താ സ്ഥിതി? ഇനി അവർക്ക് കുട്ടികളായിട്ട് വേണ്ടേ? അപ്പോഴത്തേക്ക് വലിയൊരു ഗ്യാപ്പ് വരില്ലേ? ചിന്തിച്ചു നോക്കൂ. സാങ്കേതിക വൈദഗ്ധ്യത്തിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ രാജ്യമാണ് ജപ്പാൻ. നമുക്കറിയാം, 2ാം ലോക മഹായുദ്ധത്തിൽ തകർത്ത് തരിപ്പണമാക്കപ്പെട്ട് രണ്ടാമതും വളർന്നു വന്നൊക്കെ അവരുടെ സാങ്കേതിക മികവ് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിക്കേണ്ടായി. അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ടെക്നോളജിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പുതിയ തലമുറയിലൊക്കെ വൃദ്ധന്മാരാ. ചെറിയൊരു ശതമാനമേ ഉള്ളൂ ചെറുപ്പക്കാർ. ഇതിവിടുത്തെ ഹിന്ദു സമൂഹത്തോടും ക്രിസ്ത്യൻ സമൂഹത്തോടും ഓർമ്മിപ്പിക്കേണ്ട അവസ്ഥയാണ് ഇന്ന്. ഇവിടുത്തെ ഹിന്ദു സമൂഹത്തോടും ക്രിസ്ത്യൻ സമൂഹത്തോടും ഇത് ഓർമ്മിപ്പിക്കേണ്ടുന്ന അവസ്ഥയാണ്. കാരണം ഒരു വീട്ടിൽ ഏറി വന്നാൽ ഒരു കുട്ടി ഉണ്ടാവും. ഏറി വന്നാൽ അതായത് ജനസംഖ്യ നേർപകുതിയായി എന്നർത്ഥം കേരളത്തെ സംബന്ധിച്ച്. കാരണം ഒരു പതിയും പത്നിയും അവർക്കാണ് ഒരു കുട്ടി ഉണ്ടാവണം. അപ്പൊ ഞാൻ നേരെ പകുതിയായി. എന്നാൽ ഇസ്ലാമിക ഗൃഹങ്ങളിൽ ഈ പ്രശ്നമില്ല. അവിടെ 2 പേർക്ക് 6 മക്കളുണ്ട്. അപ്പൊ 3 ഇരട്ടിയായി കൂടുകയാണ്. ക്രിസ്ത്യാനിക്ക് ഹിന്ദുവിന് 2നും പകുതിയായി കുറയുകയാണ്. ഇതൊരു യാഥാർത്ഥ്യമാത്തിന്റെ ചിത്രമാണിത്. ഓർമ്മിച്ചാൽ നല്ലത്. അതുകൊണ്ട് സന്താനങ്ങൾ വേണം. ഓവർ പോപ്പുലേറ്റഡ് ആവണം എന്നല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരിക്കലും പറയാത്ത അർത്ഥം എടുക്കരുത്. സന്താനമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. ആ ഒരു ധാരണ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുത്തേ മതിയാവും. കാരണം ഇന്ന് ഹിന്ദു സമൂഹത്തിൽ, ക്രിസ്ത്യൻ സമൂഹത്തിൽ കല്യാണം കഴിക്കാൻ കുട്ടികൾ തയ്യാറാവാത്ത അവസ്ഥ ഒരു ഭാഗത്ത്, മറ്റൊരുത് കല്യാണം കഴിച്ചാലും പ്രസവിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നവരാണ് കൂടുതൽ വരുന്നത്. 100 കണക്കിന് കേസ് ആശ്രമത്തിൽ വരാറുണ്ട്. അതുകൊണ്ടാണ് പറയണത്. വെറുതെ പറയാമെന്ന് വിചാരിക്കരുത്.
അതുപോലെ കല്യാണം എന്നൊരു വ്യവസ്ഥയെ തന്നെ എതിർക്കുന്ന ഒരു സമൂഹവും വളർന്നു വരുന്നുണ്ട് ഒരു ഭാഗത്ത്. കുട്ടി ഉണ്ടാവണമെങ്കിൽ എന്താ ലിവിങ് ടുഗദർ ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ലിവിങ് ടുഗദർ എവിടെ കിടക്കണോ കുടുംബം എവിടെ കിടക്കണോ. കുടുംബം ദിവ്യമാണ്, അതിമഹത്വപൂർണമായ യജ്ഞമാണ് എന്ന കാഴ്ചപ്പാട് നമ്മൾ ചെറുപ്പത്തിലെ മക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ 100-100 മാർക്ക് വാങ്ങി പാസ്സാവാനും മറ്റുള്ള സന്ദേശം മാത്രം കൊടുത്താൽ നാളെ ദുഃഖിക്കേണ്ടി വരും, ഒരു സംശയമില്ല. ഏതായാലും ഇവിടെ ആചാര്യൻ പറയുന്നു പ്രജാതന്തുവെ ഛേദിക്കാതിരിക്കൂ എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിലെ ഉപദേശമാണത്. സന്താനോൽപാദനമാണ് മുഖ്യം. വിവാഹ സംസ്കാരം തന്നെ ഉത്തമ സന്താനത്തെ രൂപീകരിക്കുന്നതിലൂടെ നമ്മുടെ ധർമ്മത്തിന്റെ പിന്തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിനാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്. ഈ കാഴ്ചപ്പാടുകളെല്ലാം ഇവിടെ അടങ്ങിയിരിക്കുന്നു. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. നോക്കൂ, ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേത്സീഹി. ഇതാണ് ഉപദേശം. വ്യക്തമാണല്ലോ ഇല്ലേ? എന്നിട്ട് പറയാണ് സത്യാന പ്രമദിതവ്യം. സത്യാത് സത്യത്തിൽ നിന്നും ന പ്രമദിതവ്യം പ്രമാദം ചെയ്യരുത്, മടിച്ചു പിന്മാറരുത്, പിന്നോക്കം പോവരുത്. എന്താ അതിൻ്റെ അർത്ഥം? നേരത്തെ പറഞ്ഞല്ലോ സത്യം വദാന്ന്, സത്യം പറയൂ, എല്ലാരോടുമായിട്ട് പറഞ്ഞു. പിന്നെന്തിനാ വീണ്ടും സത്യത്തിൽ നിന്ന് പിന്തിരിയരുതെന്ന് പറയണത്? ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് വല്ല ഗുണമുണ്ടോ? പറഞ്ഞു തന്നെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ അവനോട് പല പ്രാവശ്യം ഉപദേശിച്ചു കിട്ടുമോ എന്നൊരാൾ പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ, അങ്ങനെ വിചാരിച്ചോളൂ. എന്താ അതിൻ്റെ അർത്ഥം? നിനക്കൊരു വിലയില്ല എന്നാ. ഒരാളോട് ഇരുന്ന് ഒരു പ്രാവശ്യമേ പറയേണ്ട ആവശ്യമുള്ളൂ. ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞാൽ പറഞ്ഞവനും മന്ദൻ, കേട്ടവൻ അതിമന്ദൻ, അത്രയേ ഉള്ളൂ. ഞാൻ അവനോട് പല പ്രാവശ്യം പറഞ്ഞതാ. അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാ? ഒറ്റ പ്രാവശ്യമേ പറയണ്ടോ? പറയുന്നത് പറയണോളെ പറയണം. അത് ശ്രദ്ധിക്കുക. അതിനുള്ള കരുത്ത് നമുക്കുണ്ടാവണം. ആ കരുത്താണ് നമുക്ക് വേണ്ടത്. എന്തായാലും ചിന്തിച്ചു നോക്കുക ഓരോരുത്തരും. അപ്പം ആവർത്തിച്ച് പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടോ? പിന്നെ എന്തിനാ പറയണത്? ചിന്തിക്കൂ. സത്യം വദാന്ന് പറഞ്ഞ ആചാര്യൻ പിന്നെ എന്തിനാണ് സത്യാന്ന പ്രമദിതവ്യം എന്ന് ആവർത്തിക്കുന്നത്? മനസ്സിലാക്കുക. നേരത്തെ എല്ലാവരോടുമായിട്ട് പറഞ്ഞതാ, ഇപ്പോ ഗൃഹസ്ഥാശ്രമിയോട് പ്രത്യേകം പറയുക. അതിനാ പറയണത്. നുണ പറയാനുള്ള സാധ്യത അല്ലെങ്കിൽ പ്രേരണ എല്ലാവർക്കും ഉണ്ടാവും. എന്നാലും ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ നുണ പറയാനുള്ള പ്രേരണ കൂടുതലുണ്ടാവും. എന്താ അഭിപ്രായം? ശരിയാണോ തെറ്റാണോ? ഇപ്പോ സ്വാമി ചിദാനന്ദപുരി കള്ളം പറയുന്നില്ല എന്ന് വെച്ചോളൂ. എന്നാലും നമുക്കായിട്ട് വിചാരിക്കുക കള്ളം പറയുന്നു എന്ന്. കള്ളം പറയാറില്ല, അല്ല സത്യം പറയും. ഞാൻ സത്യം പറയേയില്ല, കഴിയുന്നതും സത്യം പറയാറില്ല. കാരണം സത്യമൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങിയ കുടുംബങ്ങൾ 1000 തകരും. സത്യം പറയാറില്ല, കഴിയുന്നു. പക്ഷെ ഒരു കാരണവശാലും നുണ പറയാറില്ല. ഒഴിഞ്ഞു മാറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ പോകും. ഇനി വിചാരിച്ചോളൂ, കള്ളം പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. ആർക്ക് വേണ്ടിയായിരിക്കും പറയണത്? ഈ ഒറ്റത്തടിക്ക് വേണ്ടിയിട്ടാ. കാരണം വേറെ ആരെയും നോക്കാനില്ല. ആരെയാ നോക്കാനുള്ള? നേരെ മറിച്ചൊരു ഗൃഹസ്ഥാശ്രമി ആവുമ്പോ പത്നിക്ക് വേണ്ടി കള്ളം പറയേണ്ടി വരും, പതിക്ക് വേണ്ടി കള്ളം പറയേണ്ടി വരും, മോളുടെ കല്യാണത്തിന് വേണ്ടി കള്ളം പറയേണ്ടി വരും, മോനൊരു ജോലി കിട്ടാൻ വേണ്ടി കള്ളം പറയേണ്ടി വരും. ഇല്ലേ? പല സാഹചര്യങ്ങൾ വരും, പ്രേരണ കൂടുതൽ വരും, സാഹചര്യ സമ്മർദ്ദം കൂടുതൽ വരും. നീ ഒന്നും നുണ പറ, എനിക്ക് വേണ്ടി നിനക്ക് നുണ പറഞ്ഞൂടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും.
അവിടെയാണ് ഗുരുനാഥൻ പറയണത്, എന്ത് പ്രേരണ വന്നാലും, എന്ത് പ്രലോഭനം വന്നാലും, പത്നിയല്ല പതിയല്ല ആര് തന്നെ ആവശ്യപ്പെട്ടാലും കള്ളം പറഞ്ഞേക്കരുത്. കള്ളം പറഞ്ഞാ നീ മരിച്ചു. സത്യാന്ന പ്രമതിതവ്യം. ഈ അസത്യമാണ് അവര് പറയണത് എന്ന് ഉറപ്പുള്ള ആയിരക്കണക്കിന് സന്ദർഭങ്ങളിലൂടെ നമ്മളൊക്കെ കടന്നു പോകുന്നുണ്ടാവുമല്ലോ, ഇല്ലേ? ഇല്ല? ഒരാളോട് ബന്ധപ്പെടുന്ന സമയത്ത് അയാൾ പറയുന്നത് അസത്യമാണെന്ന് 100% നമുക്ക് ഉറപ്പ് വരുന്ന അനേക സാഹചര്യങ്ങൾ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, മുഖത്ത് നോക്കിയിട്ടാ പറയണത്, സ്വാമി എൻ്റെ മരിച്ചുപോയ അച്ഛനാണേ സത്യം, ഞാൻ തട്ടിപ്പ് ചെയ്തിട്ടില്ല, ചെയ്തു എന്നുറപ്പാ. അപ്പൊ ഞാൻ ഒന്ന് മാത്രം പറഞ്ഞു, അല്ല ജീവിച്ചിരിക്കുന്ന ഒരാളെ സത്യപ്പെടുത്ത്, മരിച്ചുപോയ ആളെ വിട്ടേക്ക്, അയാൾ തിരിച്ചു വന്ന് പറയില്ലല്ലോ. നിങ്ങളിപ്പോ സത്യം പറയുകയാണെങ്കിൽ മരിച്ചുപോയ അച്ഛനെ പറ്റി സത്യം പറഞ്ഞ എന്ത് കാര്യമുള്ള, അച്ഛൻ പാവം മരിച്ചുപോയി, ജീവനുള്ള വയറിന്റെ പേരിൽ സത്യം ചെയ്ത് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പോയി ചോദിക്കും അതിന് വേണ്ടിയിട്ടാ. ചിന്തിക്കുക. അപ്പൊ നമ്മൾ അങ്ങനെ 100 ബന്ധപ്പെടാറുണ്ട് അങ്ങനത്തെ സന്ദർഭങ്ങൾ. എങ്കിലും ഒരിക്കലും മറക്കാത്തൊരു സന്ദർഭമുണ്ട്, അത് നമ്മൾ ആവർത്തിച്ച് പ്രഭാഷണങ്ങളിൽ പറയാറുമുണ്ട്. ആവർത്തിച്ചത് കേട്ട് മടുത്തവർ ഈ കൂട്ടത്തിലുണ്ടാവും. പക്ഷെ നിവൃത്തിയില്ല, ഇത്ര നല്ലൊരു ദൃഷ്ടാന്തം വേറെ കിട്ടില്ല. നമ്മളൊരിക്കല് ഒരു ക്ഷേത്രത്തിലെ പ്രഭാഷണത്തിന് പോയി. അപ്പൊ അതിനടുത്ത് തന്നെ ഒരു വലിയ പ്രസിദ്ധമായ ഒരു മനയുണ്ട്. ഈ പ്രസിദ്ധമായ മന എന്ന് പറഞ്ഞാൽ സാമ്പത്തികം കൊണ്ടും ആഢ്യത്തരം കൊണ്ടും മാത്രമല്ല, മറിച്ച് വേദവ്യാഖ്യാനം ചെയ്ത വേദ പണ്ഡിതന്മാർ ജീവിച്ചൊരു മനയാണ്. അതിൽ പരം പറയണ്ടല്ലോ, വേദത്തെ വ്യാഖ്യാനിച്ച വേദ പണ്ഡിതന്മാരായ മഹാന്മാര് ജീവിച്ചൊരു മനയാണ്. അപ്പൊ അവിടത്തെ കാരണവര്, സ്വാമി അവിടെ ഒന്ന് കയറി പോവാം, ആയിക്കോട്ടെ സന്തോഷം. അങ്ങനെ അവിടെ പോയി. ഉമ്മർത്ത് തന്നെ കുറെ പ്രായമുള്ള ഒരാൾ ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹം അദ്ദേഹത്തെ പരിചയപ്പെടുത്തി, ഇത് ചിദാനന്ദപുരി സ്വാമിയാണ്. അപ്പൊ അദ്ദേഹത്തിന് വലിയ സന്തോഷം, സ്വാമിയെ കണ്ട് വലിയ സന്തോഷമായി. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊച്ചു മോള്, ഒരു 3 വയസ്സുണ്ടാവും, ഓടി വന്നു. ഈ മോളോട് ഇദ്ദേഹം പറഞ്ഞു, മോളെ മുത്തശ്ശനോട് പോയി പറയൂ ചിദാനന്ദപുരി സ്വാമി വന്നിട്ടുണ്ടെന്ന്. അപ്പൊ അത് വേറൊരു മുത്തശ്ശനാണ്, ഇവിടെ വേറൊരു മുത്തശ്ശി ഇരിക്കുന്നുണ്ട്, കുറെ പേരുണ്ടാവും, വലിയ മനയാ. ഈ കുട്ടി ഓടിപ്പോയി അതേ സ്പീഡ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, മുത്തശ്ശൻ ഇവിടെ ഇല്ല എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കണേ, സ്പീഡിൽ നിഷ്കളങ്കയായ ഈശ്വര സ്വരൂപിയായിട്ടുള്ള മോളാ, അവൾക്ക് കള്ളം പറയാൻ അറിയില്ല. പക്ഷെ അവളോട് ഈ മുത്തശ്ശൻ പറഞ്ഞു കൊടുത്തത് എന്താ? മുത്തശ്ശൻ ഇവിടെ ഇല്ലാന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയൂ എന്നാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ സത്യമാ. അതല്ല, മുത്തശ്ശൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞോളൂ എന്നാ പറഞ്ഞേ. ഈ മോള് സത്യമായിട്ട് വന്ന് പറഞ്ഞു, മുത്തശ്ശൻ ഇവിടെ ഇല്ല എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. മോളെടുത്ത് തെറ്റില്ല, മോള് കള്ളം പറഞ്ഞിട്ടില്ല. പക്ഷേ ആ കുഞ്ഞിമോളെ കൊണ്ട്, ഗായത്രി എന്ന് പേരുള്ള 3 വയസ്സുള്ള കുഞ്ഞിമോളെ കൊണ്ട് കള്ളം പറയാൻ പ്രേരിപ്പിച്ചത് ആരാ? വേദം വ്യാഖ്യാനിച്ച അത്ര മഹത്വപൂർണമായ പൈതൃകവും പാരമ്പര്യവുമുള്ള ഒരു മനയിലെ ആളാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രേരണ നമുക്കൊക്കെ വരും കള്ളം പറയാൻ, ഇല്ലേ? ബാങ്കുകാരൻ നോട്ടീസും കൊണ്ട് വരുമ്പോ, ഇല്ലേ? അല്ലെങ്കിൽ അയൽവക്കത്തെ ആള് പൈസ കടം ചോദിക്കാൻ വരുമ്പോ എന്തൊക്കെ സാഹചര്യങ്ങൾ വരും. മോൾക്ക് കല്യാണാലോചന വരുമ്പോ, അല്ലെങ്കിൽ മോന് കല്യാണാലോചന വരുമ്പോ ഒക്കെ നമുക്ക് നുണ പറയാനുള്ള പ്രേരണകൾ വരില്ലേ? വരും, അത് സംശയമില്ല. അതുകൊണ്ടാണ് സത്യം പറയണമെന്ന് പറഞ്ഞിട്ടും ആചാര്യൻ ആവർത്തിക്കുന്നത്, നീ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്കാണ് പ്രവേശിക്കുന്നത്, കുടുംബജീവിതമായിട്ട് കഴിയാനാ പോണത്. അപ്പൊ ഇപ്പോഴേ ഓർമ്മിക്കണം, പല പ്രേരണയും വരും കള്ളം പറയാൻ. നമുക്ക്
നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞിട്ട് ചിലപ്പോൾ കള്ളം പറയേണ്ടി വരും. നമ്മൾ ഓരോരുത്തരും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കും, അതിനുവേണ്ടി കള്ളം പറയേണ്ടി വരും. അറിയാം, തെറ്റാണെന്നറിയാം, എന്നാലും പുറത്തു പറയേണ്ടി വരും. ജോലി സ്ഥലത്ത് മേലുദ്യോഗസ്ഥൻ നിർദ്ദേശിച്ചിട്ട് കള്ളം പറയേണ്ടി വരും, അഥവാ മേലുദ്യോഗസ്ഥനോട് കള്ളം പറയേണ്ടി വരും. ഇങ്ങനെ പല സാഹചര്യങ്ങൾ നമുക്കൊക്കെ വരും. ഒന്ന് മാത്രം ഓർമ്മിക്കുക, കള്ളം പറഞ്ഞാൽ നമ്മൾ മരിച്ചു, പിന്നെ നമുക്ക് ജീവിതമില്ല. കള്ളം പറയരുത്. സത്യാന്ന പ്രമദിതവ്യം, സത്യത്തിൽ നിന്ന് പ്രമാദം ചെയ്യരുത്.